ഈ ഖത്തറിലുള്ള മുഴുവൻ നല്ല മനുഷ്യരുടെയും സഹകരണത്തോടുകൂടി ഈ രാജ്യത്തെ ഭരണാധികാരികളുടെയും ഔക്കാഫ് ഇസ്ലാമിക് അഫയേഴ്സ് മിനിസ്ട്രിയുടെയും സഹായത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഖത്തറിൽ 10-20 വർഷത്തോളമായി പലപ്പോഴും വന്നു പോകാറുണ്ടെങ്കിലും ഖത്തർ മലയാളി സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായാണ്. മിഡിൽ ഈസ്റ്റിൽ ഇതുപോലൊരു സമ്മേളനം നടത്തുവാൻ സാധിച്ചത് ഖത്തറിൽ മാത്രമാണ് എന്ന് ഇസ്ലാഹി സെൻ്ററിന് ബ്രാഞ്ചുള്ള പ്രവർത്തനമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നേരിട്ട് വീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷണത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ മുമ്പ് ഇസ്ലാഹി സെൻ്റർ അതിൻ്റെ മാതൃസംഘടനയായി അംഗീകരിക്കുന്ന കേരളത്തിലെ മുസ്ലിം നവോത്ഥാന സംരംഭമായ ഒരു നൂറ്റാണ്ട് കാലത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിപരവും വൈജ്ഞാനികവുമായ നേതൃത്വം നൽകിയ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനും പ്രസിഡന്റുമായ അഭിവന്ദ്യനായ KNM പ്രസിഡന്റ് AV അബ്ദുറഹ്മാൻ ഹാജി അവരുടെ അഭിവാദ്യങ്ങളും ആശംസകളും ഈ സദസ്സിനെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഇസ്ലാമികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യോപകാരപ്രദമായ സന്ദേശങ്ങൾ നൽകിയ മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഈ ഇസ്ലാഹി സെൻ്റർ. നാം എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്, നാം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നാലോചിച്ചാൽ ഈ പ്രവർത്തനത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രപരമായ കാരണങ്ങളാൽ അധപ്പതിച്ചുപോയ ഒരു സമൂഹമെന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെയും മറ്റു ചില സമൂഹങ്ങളെയും കുറിച്ച് പറയാറുണ്ട്. ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കാര്യം, ഇസ്ലാമിൻ്റെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ ചരിത്രമെടുത്തു നോക്കിയാൽ പിന്നോക്കമായി പോകാനുള്ള, അധകൃതരായി പോകാനുള്ള ഒരു ചരിത്രം വസ്തുതാപരമായി നമുക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്തിൻ്റെ പുരോഗതിയുടെ കൂടെ ഉയർന്നു നിൽക്കുവാൻ സാധിക്കാതെ പോയ ഒരവസ്ഥയുടെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം. സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ കഴിയുന്ന പണ്ഡിതന്മാരും നേതാക്കളുമാണ് ഒരു സമൂഹത്തിനാവശ്യം എന്ന തിരിച്ചറിവ് നമ്മെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ചിരുന്ന വിദേശ മേൽക്കോയ്മകൾ അതിശക്തമായി ആ രാജ്യത്തെ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് വിശ്വസിച്ചു പോന്ന വലിയ ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തോട് ഇതിന് തുല്യമായ ഒരു അനുഭവമാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് തുറന്നു പറഞ്ഞത് ഇമാമുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള നേതാക്കന്മാരാണ്. താർത്താരികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ, മുസ്ലിം ലോകത്ത് വമ്പിച്ച ചെറുത്തുനിൽപ്പുണ്ടായപ്പോൾ, ബഗ്ദാദ് പോലും ആ സൈന്യ മുന്നേറ്റത്തിൽ തകർന്നുപോയപ്പോൾ ദീനിന് നേതൃത്വം നൽകിയിരുന്ന പകലും ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്, നാം എന്ത് ചെയ്യാനാണ് എന്ന് സമാധാനിച്ചപ്പോൾ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ വിധിയാണത്, പക്ഷേ അതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നതും അള്ളാഹുവിൻ്റെ വിധിയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അധ്വാനിക്കാതെ, പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്താതെ നമുക്കൊരു പരിഹാരവും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് ഒഴുക്കിനെതിരെ നീന്തുവാൻ വേണ്ടി ഇസ്ലാഹി പ്രവർത്തനത്തിന് ഊർജം നൽകിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ
അതിശക്തമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുവാൻ ഇന്ത്യ മുഴുവനും ചുറ്റി സഞ്ചരിച്ച ഒരു പ്രസ്ഥാനം, ഒരു നേതൃത്വം നമുക്കുണ്ടായതാണ്. ഇന്ത്യ രാജ്യത്തിന് സ്വന്തമായ ഭരണഘടനയുള്ള ഒരു റിപ്പബ്ലിക്കായി തീരുന്നതിന് പ്രചോദനം നൽകിയത് നാം മറക്കാൻ പാടില്ല. ഡിവൈഡ് ആൻഡ് റൂൾ എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സിദ്ധാന്തം. ബ്രിട്ടീഷുകാർ വിട്ടേച്ചുപോയ ഓരോ പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നാം രക്ഷപ്പെടും എന്ന് ഇന്ത്യയിലെ മഹാപണ്ഡിതന്മാർ ജനങ്ങളെ മനസ്സിലാക്കുവാൻ സമയം വൈകിയിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഏറ്റുമുട്ടലുകളിൽ നെഞ്ചൂക്കോടുകൂടി ശക്തമായി നിലയുറപ്പിച്ചതിൻ്റെ ഫലം ഈ സമൂഹം പിന്നോക്കമായി പോയതിൻ്റെ ഒരു കാരണമാകുന്നു എന്ന് നമുക്കറിയാം. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ത്യജിച്ചുകൊണ്ട് എൻ്റെ ബാധ്യത നിർവഹിക്കുകയാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമൂഹം മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഉയർന്നു വരികയായിരുന്നു. ഹിന്ദു മുസ്ലിം അലക് ഹേ ദോനോം കെ ഭഗവാൻ ഏക് ഹേ എന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യമാണ്. ഹിന്ദു മുസ്ലിം സിഖ് ഈസായി ആപ്പസ് മേ ഹം ഭായി ഭായി എന്ന ഒരു മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നത് അത്തരത്തിലുള്ള ഒരു ഉൽപ്പതിഷ്ണുത്വം ഉൾക്കൊണ്ടതിൻ്റെ ഫലമായിരുന്നു. ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നും ഇന്നലെയുമായി ഇവിടെ നടന്ന ഈ ശാന്തിയുടെ തീരം തേടി എന്ന സന്ദേശത്തിൻ്റെ വിശദീകരണം എല്ലാ മതങ്ങളും ഒരേ ആദർശമാണ് എന്നല്ല, എല്ലാ ആരാധനകളും ഒന്നാണ് എന്നുമല്ല, എല്ലാ വിശ്വാസവും ഒന്നായി കഴിയും ഒന്നാകുന്നു എന്നുമല്ല. ഇല്ലാത്തത് പറഞ്ഞ് മൂടിവെച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. സൃഷ്ടാവിനെ ആരാധിക്കുന്നവനും സൃഷ്ടികളെ ആരാധിക്കുന്നവനും ഒന്നല്ല ചെയ്യുന്നത്, അത് വ്യത്യസ്തമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടാവും രക്ഷിതാവും സംരക്ഷകനും സർവലോക രക്ഷിതാവുമായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, ആ ദൈവമല്ലാത്ത സൃഷ്ടികളെ ആരാധിക്കുന്ന മനുഷ്യൻ, രണ്ടുപേരും വെച്ചു പുലർത്തുന്നത് ഒരു സിദ്ധാന്തവും ഒരു ആദർശവും ഒരു മതവുമല്ല, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു ഐക്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ശാന്തിയുടെ തീരത്തെക്കുറിച്ചും മനുഷ്യരുടെ കൂട്ടായ്മകളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ മതം ദ്രവിച്ചു കഴിഞ്ഞു എന്നോ മതം ലയിച്ചു കഴിഞ്ഞു എന്നോ മതം ഇല്ലാതെയായി പോകുന്നു എന്നോ ഇതിൻ്റെ സംഘാടകർക്ക് മതത്തിൽ വിശ്വാസം പോരാ എന്നോ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനത് അനുഭവിച്ചവനാണ്. കോഴിക്കോട്ടിനടുത്ത് മാറാട് പ്രദേശത്ത് ദുരന്തമുണ്ടായപ്പോൾ, ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോയപ്പോൾ, സുകുമാർ അഴീക്കോടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ കൊന്നത് മുസ്ലിങ്ങളോ മരണപ്പെട്ടത് ഹിന്ദുക്കളോ അല്ല, അവിടെ കൊന്നത് ഹിന്ദുക്കളോ മരണപ്പെട്ടത് മുസ്ലിങ്ങളോ അല്ല, അവിടെ കൊന്നതും മരണപ്പെട്ടവരും മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യരെ നാം പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞുകൂടണമെന്ന സന്ദേശം ഉറക്കെ പറയാനൊരവസരം കിട്ടി വിനീതന്. കോഴിക്കോട് ഭാരത് സേവക് സമാജ് എന്ന ഒരു സാംസ്കാരിക സംഘടന കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. 2 വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിറ്റേന്ന്. ആ സമ്മേളനം അതിഗംഭീരമായിരുന്നു. വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന പല സംഘങ്ങളെയും സമൂഹങ്ങളെയും അവർ ക്ഷണിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ച് അവിടുത്തെ ഒരു പ്രതിനിധിയായി സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾക്കിടയിൽ വൈവിധ്യമുണ്ട്, മതങ്ങളിലും വിശ്വാസങ്ങളിലും സംസ്കാരങ്ങളിലും ആദർശങ്ങളിലും രാഷ്ട്രീയത്തിലുമൊക്കെ. അതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നാം അറിയണം, നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. ആ ദൈവത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത് റബ്ബുൽ ആലമീൻ എന്നാണ്, ലോകത്തിന്റെ മുഴുവനും രക്ഷിതാവ്. പടച്ചവനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ റബ്ബുൽ ആലമീൻ എന്നതിന് പകരം റബ്ബുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. മുസ്ലിമീങ്ങളുടെ രക്ഷിതാവ് എന്നല്ല അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സർവ മനുഷ്യരുടെയും രക്ഷിതാവായ ഏകദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മൾ.
അത് നമുക്ക് ഐക്യപ്പെടാനുള്ള ഒരാദർശമാണ്. രണ്ടാമത്തത്, ഈ മനുഷ്യ സമൂഹം ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് ഈ സമൂഹം ഏക സമൂഹമാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ എന്ന സന്ദേശം. മൂന്നാമത്തെ വിഷയം, മനുഷ്യർക്കിടയിൽ ഐക്യമുള്ളതും ഐക്യമില്ലാത്തതുമായ വിഷയങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ പഠിക്കണം. എല്ലാ വിശ്വാസികളും ദൈവവിശ്വാസികളും അംഗീകരിക്കുന്ന ഒരു കാര്യം, ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു ജീവിതത്തിൽ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നതാണ്. ആ കർമ്മഫലം അനുഭവിക്കുന്നത് എങ്ങനെ എന്നത് വിശ്വാസികൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ ജൂതന്മാരും ഹിന്ദുമതത്തിലെ വലിയൊരു വിഭാഗവും മരണശേഷമുള്ള സ്വർഗ നരക ജീവിതങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതതിൻ്റെ വ്യത്യാസങ്ങൾ ഏത് എന്ന് മനസ്സിലാക്കി നാം നമുക്കിടയിലുള്ള ഐക്യപ്പെടാവുന്ന കാര്യങ്ങളും വ്യത്യാസമുള്ള കാര്യങ്ങളും അറിഞ്ഞ് പരസ്പരം അംഗീകരിച്ചും ഇഷ്ടപ്പെട്ടും ബഹുമാനിച്ചും അന്യന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചും ജീവിച്ചാൽ ആരും ആരുടെ വീടിനും തീ വെക്കേണ്ടതില്ല, ആരും ആർക്ക് നേരെയും ബോംബെറിയേണ്ടതില്ല, ആരും ആരുടെ നേരെയും വാളോങ്ങേണ്ടതില്ല. ഇതാണ് അന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്ന ആശയം. ആർക്കും അതിലൊരു അപകടം തോന്നിയില്ല. അത് ആ സമയത്ത് ആവശ്യമാണെന്ന് തോന്നി. പക്ഷേ മനുഷ്യരാശി ഒന്നിച്ചു വരുന്നതും മനുഷ്യർ സ്നേഹത്തിൽ കഴിയണമെന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതും ഇഷ്ടപ്പെടാത്ത നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ വാക്കുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിക്ക് അയച്ചു കൊടുത്തു. അവർ അതിന് നൽകിയ വ്യാഖ്യാനം മതങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്നും മതവിശ്വാസങ്ങളെല്ലാം ഒന്നാണെന്നും ആളുകൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല എന്നുമാണ് ഇദ്ദേഹം പറയുന്നത് എന്നാണ്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി റിയാദ് സന്ദർശന വേളയിൽ എന്നെ വിളിച്ചു വരുത്തി എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെതിരിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. കത്തിക്കാളുന്ന ഒരവസ്ഥയിൽ, മനുഷ്യർ പരസ്പരം വെറുത്തു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എന്തു പറയണം? മനുഷ്യരുടെ നിങ്ങളുടെ മാതാപിതാക്കൾ ഒന്നാണ് എന്ന്, മനുഷ്യരെ നിങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒന്നാണ് എന്ന്, മനുഷ്യരെ നിങ്ങൾക്കിടയിൽ ഐക്യപ്പെടാവുന്ന ആദർശങ്ങളുണ്ട്, അത് കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് പറയുന്നത് ഒരു കുറ്റമാണെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്ന്. അത് പ്രചരിപ്പിച്ച സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പറഞ്ഞാലും എവിടെ പരാതിപ്പെട്ടാലും ഒരു വർഗീയവാദിയാവാൻ സാധ്യമല്ല. വർഗീയവാദി മതവിശ്വാസിയല്ല എന്നും മതവിശ്വാസം വർഗീയവാദമല്ല എന്നും പ്രചരിപ്പിച്ച മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ എന്ന്. മരണപ്പെട്ടുപോയ നൂറ്റാണ്ടിന്റെ സാക്ഷി എന്നറിയപ്പെടുന്ന മർഹൂം ഈ മൊയ്തു മൗലവി എഴുതിയ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥ. അതിൽ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മൗലവി സാഹിബും KP കേശവമേനോനും യാത്ര ചെയ്ത് കൽക്കത്തയിലെത്തിയ ഒരു അനുഭവം പറയുന്നുണ്ട്. കേശവമേനോനും മൊയ്തു മൗലവിയും വരുന്നത് കേരളത്തിൽ നിന്നാണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. മൗലവി ഒരു മുസ്ലിം പണ്ഡിതന്റെ രൂപവും ഭാവവും ആരാധനയും നിലനിർത്തിക്കൊണ്ടാണ് വരുന്നത്. രണ്ടുപേരും ഒരേ ബോഗിയിൽ നിന്നിറങ്ങി ഒന്നിച്ചൊരു സ്ഥലത്ത് താമസിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അന്ന് കൽക്കത്തയിലുണ്ടായിരുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പേരെഴുതി വെച്ച പാത്രങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു എന്ന് നാം അറിയുകയാണ്. അദ്ദേഹം എഴുതിയത്, നാം പറയുന്നത് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ദീനിന്റെ നിർദ്ദേശവും അതാണ്. മൊയ്തു മൗലവി ഒരു ഭക്തനായിരുന്നു, അദ്ദേഹം മതനിഷ്ഠയുള്ളവനായിരുന്നു. പക്ഷെ ആ മതനിഷ്ഠ മറ്റൊരുത്തനെ ഉൾക്കൊള്ളുന്നതിന് തടസ്സമായിരുന്നില്ല എന്നർത്ഥം. മൗലാന വഹീദുദ്ദീൻ ഖാൻ ഇന്ത്യയിൽ ഇസ്ലാമിക ഗവേഷണ രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധേയനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ വ്യത്യസ്തമായ വ്യതിരിക്തമായ രൂപത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിന്റെ ശാസ്ത്രീയമായ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇസ്ലാമികമായ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ പലപ്പോഴും പലരും ആക്ഷേപിച്ച രൂപത്തിലുള്ളതുമാണ്. ഒരിക്കൽ ഹിന്ദു സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഡൽഹിയിൽ വീട്ടുതടങ്കലിൽ പോലെ ഒരു പോലീസ് പ്രൊട്ടക്ഷനിൽ കഴിയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി.
എന്തിനാണ് ഒരു മുസ്ലിം പണ്ഡിതന് ഡൽഹി പോലുള്ള ഒരു പ്രദേശത്ത് ഗേറ്റിൽ 2 പോലീസുകാർ? ഞാൻ ചെന്നു, എന്റെ കാർഡ് കൊടുത്തു. അദ്ദേഹം പുളിക്കൽ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത വിവരം അറിയിച്ചു. വീണ്ടും കാണണമെന്ന് പറഞ്ഞു. ഞാൻ മൗലാനയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വീടിന് ഇങ്ങനെ പോലീസ് കാവൽ ആവശ്യം? മൗലാന പറഞ്ഞു, അത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നെ നമ്മുടെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തു. മുസ്ലിങ്ങളുടെ പരിപാടിയായിരുന്നില്ല, ഹിന്ദുക്കളുടെ പരിപാടിയായിരുന്നു അത്. ഞാൻ അവിടെ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ എന്നെ കാണാൻ വന്നു. മൗലാന ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. മൗലാന പറയുകയാണ്, ഞാൻ അവരോട് പറഞ്ഞു, വർഗീയതയ്ക്ക് വേണ്ടി പറയാനും വർഗീയമായി ചിന്തിക്കാനും നിങ്ങൾ തന്നെ മതി. ഞാൻ ഒരു ദാഴിയായി ജീവിച്ചു കൊള്ളട്ടെ. ഇസ്ലാം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ, ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഇങ്ങനെ ജീവിച്ചു കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഞാൻ ഈ സംഭവങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മനുഷ്യ സ്നേഹവും മാനവരാശിയുടെ ഐക്യവുമൊക്കെ പറയാനുള്ളതാണ് എല്ലാവർക്കും. ഞാൻ ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി ഒരിക്കൽ കോഴിക്കോട്ട് ചേർന്ന ഒരു സർവമത സമ്മേളനത്തിൽ. ആ നിർദ്ദേശമാണ് മനുഷ്യൻ ആവശ്യമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരു മൈക്ക് കിട്ടിയാൽ, ഒരു സ്റ്റേജ് കിട്ടിയാൽ ദീർഘമായി സംസാരിക്കാൻ കഴിയുന്ന 100 കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു വേദി എവിടെ? അത്തരത്തിലുള്ള ഒരു വർക്ക് നാട്ടിലെവിടെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? മനുഷ്യ സ്നേഹത്തെയും മനുഷ്യന്റെ ഐക്യത്തെയും കുറിച്ച് പറയാൻ മതമില്ലാത്ത പുരോഗമനവാദി വരണം എന്ന് പറയുന്നത് ദുഃഖകരമാണ്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വിശ്വാസികളെ ആശ്വാസകരമാണ്. എന്താണ് ആശ്വാസം എന്ന് പറയാൻ കാരണമെന്നല്ലേ? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കവും 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കവും തമ്മിൽ വമ്പിച്ച ഒരു വ്യത്യാസമുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മതനിഷേധ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വന്നത്. മനുഷ്യനെ മതമില്ലാതെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പലരും പരീക്ഷിച്ചത് ഭൗതികവാദവും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ശാസ്ത്രീയ ഭൗതികവാദവുമൊക്കെ അന്ന് വിശകലനം ചെയ്ത് സമൂഹത്തിൽ വരുന്നത്. അങ്ങനെയുള്ള ചില ഭരണകൂടങ്ങൾ പോലും സ്ഥാപിച്ചത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ വിശദീകരണം എന്നോണം ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചത് ഫ്രോയിഡിന്റെ സെക്സിലൂന്നിയിട്ടുള്ള മനഃശാസ്ത്രത്തിന്റെ വിശകലനത്തിൽ ഇവിടെ ഇനി മൂല്യങ്ങളും ധർമ്മബോധവും ആവശ്യമില്ല എന്ന് പലരും പ്രഖ്യാപിച്ചത് വ്യാവസായിക വിപ്ലവത്തിന്റെ വളർച്ചയിൽ ഈ കാണുന്ന ജീവിതത്തിന്റെ ശാസ്ത്രത്തിന്റെയും ടെക്നോളജിയുടെയും സംഭാവനകൾ അതാണ് പരമസത്യമെന്ന് വിശ്വസിച്ചു പോന്നത്. അന്ന് നമുക്കറിയാം, ചില സുഹൃത്തുക്കളെ നമ്മളും പഠിപ്പിച്ചു. പഠിക്കണമെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ സംഭാവനകളും സഹായങ്ങളും നൽകി നമ്മളും പഠിപ്പിച്ചു. പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകി, ശാസ്ത്രബോധം നൽകി. സങ്കടകരമെന്ന് പറയട്ടെ, സംഭവിച്ചത് അന്ന് ഭൗതിക ശാസ്ത്ര വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വന്ന പലരും മതത്തെ പുച്ഛിക്കാൻ തുടങ്ങി. മതത്തെയും മതാചാരങ്ങളെയും വിശ്വാസങ്ങളെയും പരിഷ്കാരത്തിന്റെ പേരിൽ അത് പഴഞ്ചനാണെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഈജിപ്തിൽ ഉയർന്നു വന്ന മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ കണ്ട ഒരു പ്രശ്നം എന്തെന്നല്ലേ? ഇസ്ലാമിനെ ആക്രമിക്കുന്ന, ധൈഷണികമായി ബുദ്ധിപരമായി ആക്രമിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ. സയനിസം അതിന്റെ ഒരു ഭാഗമായിരുന്നു, ഓറിയന്റലിസം മറ്റൊന്നായിരുന്നു. അവരുടെ ഗവേഷണം മുഴുവനും ഇസ്ലാമിൽ ദോഷമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പഠനമായിരുന്നു. ആ പഠനത്തിലൂടെ അവർ ലോകത്തിന്റെ മുമ്പിൽ ചോദിക്കുകയാണ്, ഇസ്ലാമിൽ ഇതാ ജിഹാദില്ലേ, ഇസ്ലാമിൽ ഇതാ തലാഖില്ലേ, ഇസ്ലാമിൽ ഇതാ അടിമത്തമില്ലേ? അങ്ങനെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് കല്ലെറിയുന്ന, ഇസ്ലാമിന് നേരെ അമ്പെയ്യുന്ന ലോകത്തൊരുപാട് ആളുകൾ ഉയർന്നു വന്നപ്പോൾ പേടിച്ചു നിൽക്കുന്ന, ഓച്ചാനിച്ചു നിൽക്കുന്ന, മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഇടക്കാലത്ത് സംഭവിച്ചു. അന്നാണ് സത്യത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പാദത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിത്രം മാറി വരുന്നത്. ശാസ്ത്രം അവസാന വാക്കാണ് എന്ന് പറഞ്ഞവർ, ശാസ്ത്രമാണ് ഏറ്റവും വലിയ സത്യം എന്ന് പ്രചരിപ്പിച്ചവർ, അവർ തിരിച്ചു വരാൻ തുടങ്ങി. എന്തുകൊണ്ട് തിരിച്ചു വരാൻ തുടങ്ങി? ഇന്ന് ആ ഒരു പ്രശ്നമില്ല. ഇസ്ലാമിനെ
ഏത് ആംഗിളിൽ നിന്നും അതിന്റെ വിഷയങ്ങൾക്കെതിരിൽ ബുദ്ധിപരമായി, വർഗീയമായി പറയാൻ നമ്മളില്ല, ബുദ്ധിപരമായി ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ നൂറുകണക്കിന് പണ്ഡിതന്മാർ ഇസ്ലാമിനെ പറഞ്ഞു തരുവാനുണ്ട്. അതുകൊണ്ടാണ് ഇടമറുകൊരു ഗ്രന്ഥം എഴുതിയപ്പോൾ നാം മനസ്സിലാക്കണം, നമുക്കതിനോടും ഒരു വർഗീയ സമീപനം നമുക്കില്ല. ഇടമറുക് ഖുർആൻ വിമർശന പഠനം എഴുതി. ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകം ആദ്യ അവസാനം പലതവണ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന ഒരു സത്യം എന്താണെന്നല്ലേ, ഇടമറുക് ഖുർആനിനെ വിമർശിച്ചിട്ടില്ല എന്നതാണ്. ഖുർആൻ വിമർശന പഠനം എന്നതിന് പേരുണ്ടെങ്കിലും ഇടമറുക് വിമർശിച്ചത് ഖുർആൻ പരിഭാഷകളിൽ വന്ന ചില വ്യത്യാസങ്ങൾ, മുസ്ലിം പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിലുള്ള അബദ്ധങ്ങൾ, മുസ്ലിം സമൂഹങ്ങളിൽ ചിലയിടത്ത് കാണുന്ന ചില ജീർണതകൾ, ഇസ്ലാമിന്റെ ചില അനുവാദങ്ങളെയും ആനുകൂല്യങ്ങളെയും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലർ ദുരുപയോഗം ചെയ്ത ഉദാഹരണങ്ങൾ. ഇതല്ലാതെ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഇന്ന കാര്യം മനുഷ്യത്വരഹിതമായി, മനുഷ്യന്റെ വളർച്ചയ്ക്കെതിരായി, മനുഷ്യന്റെ ആത്മാവിനും മനുഷ്യന്റെ ജീവിതത്തിനും ബുദ്ധിമുട്ടായി എന്ന് പറയാൻ ഒരു ഉദാഹരണം പോലും ലോക യുക്തിവാദികളുടെ നേതാവായി ഇടമറുകിന് കാണിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഖുർആൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ഖുർആൻ നിഷിദ്ധമാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ ജീവിതത്തിന്റെ അലങ്കാരമായി കൊണ്ടു നടന്ന ആളുകൾ ഇപ്പോൾ പേടിക്കുകയാണ്. മദ്യം നിഷിദ്ധമാണ്, വ്യഭിചാരം നിഷിദ്ധമാണ്, കൈക്കൂലി നിഷിദ്ധമാണ്. ഖുർആൻ ഒരുപാട് നിഷിദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഏതെങ്കിലും ഖുർആൻ നിരോധിച്ചത് ശരിയായില്ല, അത് മനുഷ്യൻ അത്യാവശ്യമായിരുന്നു എന്ന് പറയാൻ ഏത് രംഗത്താണെങ്കിലും, വിശ്വാസമായാലും ആരാധനയായാലും സ്വഭാവമായാലും ജീവിതത്തിന്റെ ഏത് നിയമമായാലും ഇന്ന് വരെയും ആർക്കും അത് പറയാൻ സാധിക്കുകയില്ല. മദ്യനിരോധ പ്രസ്ഥാനവുമായി ഇടയ്ക്കൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. എനിക്കറിയാം, കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെയും അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയും, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ജാഥ നയിക്കാറുണ്ട്. മദ്യനിരോധ സമിതിയുണ്ട്, മദ്യവർജന സമിതിയുണ്ട്, മദ്യനിരോധ ജനകീയ മുന്നണിയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ഞങ്ങൾ ഈ ജാഥ നടത്തുന്ന സന്ദർഭത്തിൽ പറയാറുള്ള കുറെ കാര്യങ്ങളുണ്ട്. മദ്യം വിഷമാണ്, ഉപയോഗിക്കരുത്. പക്ഷേ ഈ മദ്യം ഉപയോഗിക്കാത്ത നമ്മെപ്പോലെയുള്ള ആളുകളെക്കാളൊക്കെ ആരോഗ്യമുള്ള മദ്യപന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ മുമ്പ് മദ്യം വിഷമാണെന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി ഉണ്ടാകുമോ? മദ്യം കുടുംബകലഹം ഉണ്ടാക്കുന്നതാണ്, ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു നോക്കി. പക്ഷേ മദ്യപിക്കാത്ത എത്രയോ ആളുകളുടെ കുടുംബ ജീവിതത്തെക്കാളും സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന മദ്യപാനികളുടെ കുടുംബമുണ്ട് എന്നതൊരു സത്യമാണ്. ഉറങ്ങാൻ നേരത്ത് അല്പം മദ്യപിച്ച് സുന്ദരമായി യാതൊരു കുഴപ്പവും കലഹവും ഉണ്ടാക്കാതെ മദ്യപിക്കുന്ന നല്ല മനുഷ്യർ, നല്ലവരെന്ന് നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ എന്താണ് പറയുക ഇതിന്? അതാണ് മദ്യം നിഷിദ്ധമാണ്, പിശാചിന്റെ മാലിന്യമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞു നോക്കിയാൽ അവിടെയാണ് മാറ്റമുണ്ടാവുക. കോഴിക്കോട്ട് പരിസര പ്രദേശത്ത് ഒരു കോളനി, ആ കോളനി മയക്കുമരുന്നിന്റെ കേന്ദ്രമായി തീർന്നു. കൊല്ലങ്ങൾ കൊണ്ടാണ്, അടുക്കാൻ കഴിയില്ല അങ്ങോട്ട്. നമ്മുടെ പ്രവർത്തകർ അവിടെ ഒരു സർവേ നടത്തി. 319 വീടുകളുണ്ട് അവിടെ. കോഴിക്കോട്ട് തന്നെയാണ്, പട്ടണത്തിൽ തന്നെയാണ് 319 വീടുകൾ. അങ്ങോട്ടൊരാൾക്കും വരാൻ കഴിയാത്ത വിധം മതിൽ കെട്ടി ഉയർത്തിയിരിക്കുന്നു. കടിക്കുന്ന നായ്ക്കളെ പോറ്റി അവിടേക്ക് വരുന്നവരെ അവര് അട്ടി ഓടിക്കുന്നു. മദ്യത്തിന്റെ ഒരു കേന്ദ്രം, മയക്കുമരുന്നിന്റെ കേന്ദ്രമായിരിക്കുന്നു. എല്ലാവരും അവരെ വെറുത്തു. അവർക്കാരും ജോലി കൊടുക്കുന്നില്ല, അവരെ ആരും അടുപ്പിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ഇപ്പോഴടുത്ത് അവിടെ സർവേ നടത്തിയ നമ്മുടെ സഹോദരന്മാർ വെളിപ്പെടുത്തിയ ഒരു സത്യം, വർത്തമാനം പത്രത്തിൽ ഒരാഴ്ച മുമ്പ് OJ ചിന്നമ്മ ടീച്ചർ, ആ സർവേക്ക് നേതൃത്വം നൽകിയ ടീച്ചർ എഴുതിയ ഒരു ലേഖനം നിങ്ങൾ വായിച്ചിരിക്കും. അവർ പറയുന്നത് ആ കോളനിയിലെ ആളുകളെ വെറുക്കുന്നതിന് മുമ്പ് നാം പ്രശ്നമറിയണം എന്നാണ്. ആ സർവേയിൽ പങ്കെടുത്ത ആളുകൾ നമ്മോട് പറഞ്ഞു, പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ആ നാട്ടിലെ ആളുകളൊക്കെ, അവിടെയുള്ളവരൊക്കെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. അവർ രക്ഷിക്കാൻ എന്ത് ചെയ്യും? അവിടുത്തെ സ്ത്രീകൾ, പെൺകുട്ടികൾ ലൈംഗിക തൊഴിലാളികളായി മാറിയിരിക്കുന്നു. ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ 30 കിലോ അരിയും 8 കിലോ പയറും ദിവസം വെച്ച് കഞ്ഞി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വേണം അവരോട് വേദമോദാൻ എന്ന്. അവിടെ കണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. 2 കേന്ദ്രങ്ങളാണ് അവിടെ ഔദ്യോഗികമായി സർക്കാരിന്റെയും
സാമൂഹിക സന്നദ്ധ പ്രവർത്തകരുടെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ അറിവോടും സമ്മതത്തോടും കൂടി ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന 2 കേന്ദ്രങ്ങൾ. ഒന്നെന്താണെന്നറിയോ? ഒന്ന്, മദ്യപാനികൾ ഉപയോഗിക്കുന്ന സിറിഞ്ച്, മയക്കുമരുന്ന് കുത്തിവെക്കുന്നവർ ഉപയോഗിക്കുന്ന സിറിഞ്ച് ഒരാൾ കുത്തിവെച്ചത് മറ്റൊരാൾ ഉപയോഗിച്ചാൽ അതിമാരകമായ എയ്ഡ്സ് വ്യാപിക്കും എന്ന് മനസ്സിലാക്കി. എയ്ഡ്സ് അങ്ങനെ കോഴിക്കോട്ട് വ്യാപിച്ചാൽ കേരളവും നമ്മുടെ ഇന്ത്യ രാജ്യവും ഒക്കെ തകരുമെന്ന് മനസ്സിലാക്കിയിട്ട് മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ആളുകൾക്ക് ഫ്രഷ് സിറിഞ്ച് നൽകുന്ന ഒരു കേന്ദ്രം, മയക്കുമരുന്ന് കുത്തിവെക്കുന്ന ഓരോരുത്തർക്കും പുതിയ സിറിഞ്ച് കൊടുക്കുന്ന ഒരു കേന്ദ്രം. രണ്ടാമത്തത്, അവിടെയുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ വ്യാപകമായ നിലക്ക് ലൈംഗിക തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നു. എയ്ഡ്സ് പകരാൻ ഇത് വലിയൊരു കാരണമാകും. അതുകൊണ്ട് ആ പ്രദേശത്ത് ലൈംഗിക തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, വ്യഭിചരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് എയ്ഡ്സ് വ്യാപിപ്പിക്കാതിരിക്കാൻ ലൈംഗിക ബന്ധം നടത്തുമ്പോൾ ഉപയോഗിക്കാനുള്ള ഉറ വിതരണം ചെയ്യുന്ന മറ്റൊരു കേന്ദ്രം പോരെ. ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്തെ മനുഷ്യർ, ഈ രാജ്യത്തെ അധികാരികൾ ചെയ്തു കൊടുത്ത ഉപകാരം അതാണ്. ഒന്ന്, മയക്കുമരുന്ന് കുത്തിവെക്കാൻ വേണ്ടി ഫ്രഷ് സിറിഞ്ച് കിട്ടുന്ന കേന്ദ്രം. മറ്റൊന്ന്, വ്യഭിചാരത്തിന് പോകുന്നവർക്ക് വ്യഭിചാരത്തിലൂടെ എയ്ഡ്സ് പകരാതിരിക്കാൻ ഫ്രീ ആയി ഉറ കിട്ടുന്ന ഒരു കേന്ദ്രം. പരിഹാരമാണോ? ഒരു രാജ്യത്തെയും ഒരു പ്രദേശത്തെയും ഒരു ജനതയെയും രക്ഷപ്പെടുത്താൻ പരിഹാരമാണോ? വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. അങ്ങനെ പറഞ്ഞു നോക്ക്. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, അത് കുറ്റമാണ്, വൃത്തികേടാണ് എന്ന് പറഞ്ഞു നോക്കിയാൽ അതാണ് യഥാർത്ഥത്തിൽ പരിഹാരം. മനുഷ്യനാണ്, മജ്ജയും മാംസവും ഉള്ളവനാണ്, വികാരങ്ങളുള്ളവനാണ്. ഒരിക്കലും ആപത്തിൽ ചെന്നുപെട്ടാൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്യരായ ഒരു സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റക്കായി പോകരുത്. അത് പറഞ്ഞപ്പോൾ പിന്തിരിപ്പൻ പഴഞ്ചൻ എന്ന് പറഞ്ഞില്ലേ ആളുകൾ? എന്താ വിഷയം? മൂന്നാമനായി അവിടെ പിശാചു വരുമെന്നാണ്. സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ ഉണ്ടായാൽ റോഡിലൂടെ കൂക്ക് വിളിച്ച് നടക്കുന്നതും ബഹളമുണ്ടാക്കുന്നതുമാണ് സ്ത്രീകളുടെ വിമോചനമെന്ന് ചിലർ വിചാരിച്ചു. അങ്ങനെ സ്ത്രീകൾക്ക് വിമോചനം നൽകി. പക്ഷേ ആ വിമോചന പ്രസ്ഥാനത്തിൽ കൂട്ടുനിന്ന ആളുകൾ അവസാനം ചെന്നെത്തുന്നത് ഞങ്ങൾക്ക് ശാന്തമായൊരു കുടുംബം ഉണ്ടാകണം എന്നതാണ്. തെരുവിലിറങ്ങി കുക്ക് വിളിക്കുന്നതല്ല സ്ത്രീകളുടെ മാനം കാക്കുവാനുള്ള വഴിയെന്ന് അവർ തിരിച്ചറിയാൻ വളരെ കാലം വൈകി. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ നിലനിൽപ്പും മനുഷ്യന്റെ വളർച്ചയും മനുഷ്യന്റെ ആരോഗ്യവും മുന്നിൽ കണ്ടുകൊണ്ട് നിയമങ്ങൾ നൽകുമ്പോൾ ആ നിയമങ്ങൾ പഠിക്കണം എന്ന ഒരാഗ്രഹം നമുക്കുണ്ടാകണം. ഇത് നോക്കൂ, കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാർത്ത വന്നു. നമ്മുടെ മനുഷ്യരുടെ മാത്രം നിലനിൽപ്പല്ല പ്രശ്നം, ജീവന്റെ നിലനിൽപ്പ് പ്രശ്നമാണ്. UN-യുടെ നേതൃത്വത്തിൽ 200ഓളം പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഒരു പഠനം ഈ അടുത്ത് പത്രത്തിൽ വന്നത്, ഈ ഭൂമിയിലെ താപം 11 ഡിഗ്രി അടുത്ത 20 വർഷം കൊണ്ട് വർദ്ധിക്കുമെന്നാണ്. ഇങ്ങനെ പോയാൽ ആ സുനാമിയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ആ വാർത്ത വന്നത്. ആ വാർത്ത പറയുന്നത് അടുത്ത 20 വർഷം കൊണ്ട് ഈ ഭൂമിയിൽ 11 ഡിഗ്രി താപം ഉയരും. അങ്ങനെ സംഭവിച്ചാൽ ആർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞുപോലും ഉരുകിത്തീർന്ന് ഈ ഭൂമിയിൽ ജനവാസം സാധ്യമല്ലാതെയാകും എന്നാണ്. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. മാത്രവുമല്ല, ഈ ഭൂമിയിലേക്ക് മനുഷ്യരെയും ഈ ലോകത്തെയും നശിപ്പിക്കാൻ പറ്റിയ വിധം അതിമാരകമായ രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ, സൂര്യനിൽ നിന്ന് വരുന്നത് തടഞ്ഞു നിർത്തുന്ന ഓസോൺ പാളികൾക്ക് പോലും വിള്ളലുണ്ടാകുന്നു, സുഷിരമുണ്ടാകുന്നു. അതിനും കാരണം മനുഷ്യൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ പോലും ഈ ഭൂമിയുടെ താപമുയർത്തുവാനും അല്ലാഹു തആല സഖ്ഫൻ മഹ്ഫൂള, ഭൂമിക്ക് സുരക്ഷിത കവചമായി നിർത്തിയിട്ടുള്ള ഓസോൺ പാളികൾ പോലും തകരാനും കാരണമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിന് പടച്ചവൻ ഏർപ്പെടുത്തിയ ബാലൻസ് അത് നിലനിർത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നാണ് മതം പറയുന്നത്. ഖുർആനിൽ വവളഅൽ മീസാൻ, ഒരു ബാലൻസ് വെച്ചിട്ടുണ്ട് അല്ലാഹു എന്ന് പറയുന്നു. ബാലൻസ് തെറ്റിക്കരുത്. തെറ്റിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ് ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി
കരയിലും കടലിലും നാശമുണ്ടാകുന്നു എന്നാണ്. കരയിലും കടലിലും നാശമുണ്ടാവുകയാണ് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ശുദ്ധജലമാണ് പടച്ചവൻ തന്നത്. ശുദ്ധവായുവാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഈ പ്രകൃതി, അത് മുഴുവനും വിഷലിപ്തമാക്കിയത് നമ്മളാണ്, മനുഷ്യരാണ്. മനുഷ്യരെ നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക? മതമില്ലാത്ത, ദൈവമില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഏറ്റവും പ്രധാനം. ഇത് ചെയ്യാൻ പാടില്ല എന്ന് എന്നെ സൃഷ്ടിച്ച രക്ഷിതാവ് എന്നോട് പറയുന്നത് കൊണ്ട് എന്നത് മാത്രമാണ് മറുപടി. ഒരു പുരുഷന്റെ മുമ്പിൽ അവന്റെ ഭാര്യയും അയൽവാസിയുടെ ഭാര്യയും അവന്റെ മാതാവും മകളും എല്ലാം സ്ത്രീകളാണ്. പക്ഷേ ചില ആളുകൾക്ക് അമ്മയും പെങ്ങളും ഭാര്യയും അയൽക്കാരന്റെ ഭാര്യയും മാറിപ്പോകുന്നത് ഭൗതികമായി എന്തുകൊണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? ഭൗതികമായി അതിനൊരു മറുപടിയില്ല. അതിന്റെ മറുപടി ആത്മീയതയിലാണ്. മനുഷ്യൻ കണ്ടുപിടിക്കുന്നു ആയുധങ്ങൾ, മനുഷ്യൻ കണ്ടുപിടിക്കുന്നു വിഷങ്ങൾ. ഇത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ശാസ്ത്രം മനുഷ്യന്റെ വളർച്ചയ്ക്ക് നൽകുന്ന എല്ലാ സാധനങ്ങളും മനുഷ്യൻ സുബോധത്തോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അവന് ദോഷമായി തീരും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അപകടപ്പെടാതിരിക്കാൻ നമ്മൾ സൃഷ്ടാവിനെ കുറിച്ച് ആലോചിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിലുള്ള അകലം 8 സെന്റിമീറ്റർ അടുത്തിരിക്കുന്നു എന്ന്. അടുത്തുണ്ടായ സുനാമി ദുരന്തത്തിന്റെ ഫലമാണിത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. 8 സെന്റിമീറ്റർ എന്ന് ശാസ്ത്രലോകത്ത് വലിയൊരു ദൂരമാണ്. പലപ്പോഴും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ ദൂരമൊക്കെ പറയുമ്പോൾ, അകലം പറയുമ്പോൾ, സമയം പറയുമ്പോൾ മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ അതുപോലെ അതിസൂക്ഷ്മമായ അളവുകളാണ് പറയാറുള്ളത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ഈ രാജ്യങ്ങളുടെ അകലം 8 സെന്റിമീറ്റർ അടുത്തു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ അധിപനല്ല എന്നവിടെ ബോധ്യപ്പെടുത്തുന്നതാണ്. മനുഷ്യനല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്, മനുഷ്യനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യനല്ല ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയണം. ശാസ്ത്രമല്ല അവസാനത്തെ വാക്ക്. ഭുജിൽ ഭൂകമ്പമുണ്ടായപ്പോൾ, ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഭുജ് എന്നൊരു പ്രദേശത്ത് നിന്ന് വന്ന വാർത്ത അവിടെ യാതൊരു റിലീഫ് പ്രവർത്തനവും ആവശ്യമില്ല എന്നായിരുന്നു. റിലീഫ് പ്രവർത്തനം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നല്ല. റിലീഫ് ആവശ്യമുള്ള ഒരു മനുഷ്യനും അവിടെ അവശേഷിച്ചിട്ടില്ല എന്നതാണ്. 7 നില കെട്ടിടത്തിന്റെ മുകളിലുണ്ടായിരുന്ന വാട്ടർ ടാങ്ക് ഭൂമിയുടെ മുകളിൽ കാണുന്ന വിധം കെട്ടിടം ആണ്ടുപോയിരിക്കുന്നു എന്ന്. ഇത് തന്നെയല്ലേ നമ്മളും കാണുന്നത്? കടൽ ക്ഷോഭിച്ച് തിരമാല ഉയർന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കുളച്ചൽ, നാഗപട്ടണം പ്രദേശങ്ങളിൽ റിലീഫുമായി ബന്ധപ്പെട്ടു പോയിരുന്നു. അവർ പറയുന്നത് വലിയ മരങ്ങളുടെ മുകളിൽ കടലിൽ നിന്ന് തിരമാല അടിച്ചുയർന്നതിന്റെ ചപ്പുചവറുകൾ ഇപ്പോഴും കുടുങ്ങി നിൽക്കുന്നത് കാണുന്നു എന്ന്. ശാസ്ത്രം അവസാന വാക്കെന്ന് പറഞ്ഞവർ മുന്നറിയിപ്പ് നൽകണ്ടേ? മുന്നറിയിപ്പ് നൽകുവാൻ അവർക്ക് സാധിക്കണ്ടേ? ആൻഡമാനിലെ വനാന്തരങ്ങളിലുള്ള ആനക്കൂട്ടങ്ങൾ എന്തോ സംഭവിക്കുന്നു എന്ന മുന്നറിയിപ്പോടുകൂടി ഉള്ളോട്ടോടിപ്പോയി എന്ന് പറയുന്നു. പക്ഷികൾ കൂട്ടം കൂട്ടമായി വൻകര വിട്ട് പാറിപ്പോയി എന്ന് പറയുന്നു. മഹാനായ മനുഷ്യൻ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ആ ദുരന്തം കാണാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്നത് ശാസ്ത്രലോകത്തൊരു വെല്ലുവിളിയായി നാം കാണേണ്ടതാണ്. അടുത്ത ദിവസം വീണ്ടും ഇതാ സുനാമി വരുന്നു എന്ന് പറഞ്ഞു. സർക്കാർ ജാഗരൂകതയിൽ സടകുടഞ്ഞ് എഴുന്നേറ്റു. അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ടെലിവിഷനുകളിൽ അത് എഴുതി കാണിച്ചു. കേരളത്തിൽ അതിന്റെ ആപത്തുണ്ടാകുമെന്നും 1.5 കിലോമീറ്റർ തീരത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും. അങ്ങനെ സർക്കാരിന്റെ സജീവമായ ഇടപെടലുണ്ടായപ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് ദിവസം ആളുകളെ മാറ്റി. തീരപ്രദേശത്തുള്ള ആളുകളെ മാറ്റി, ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ മാറ്റി, പ്രായമുള്ളവരെ എങ്ങോട്ടെന്നറിയാതെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു അത്ഭുതമുള്ളത്, ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ മാറ്റുന്നതിന് മുമ്പ് ഡോക്ടർമാർ സ്ഥലം വിട്ടു എന്ന് ഇപ്പോൾ കേസുണ്ട്. കോഴിക്കോട്ടെ ഒരു ആശുപത്രിയിൽ ഈ രോഗികളാവട്ടെ കുത്തിവെച്ച ഉപകരണങ്ങളുമായി
അവരുടെ ശരീരത്തിൽ പിടിപ്പിച്ച യന്ത്രങ്ങളുമായി എങ്ങോട്ടെന്നില്ലാതെ പോകാൻ വിധിക്കപ്പെട്ടു. ഞാൻ അതിനൊരു ദോഷവും പറയുന്നില്ല. കാരണം വരാൻ പോകുന്ന മുന്നറിയിപ്പില്ലാത്ത അപകടത്തിന്റെ മുമ്പിൽ അങ്ങനെയാണ് ഉണ്ടാവുക. ഖുർആനിൽ അന്ത്യദിവസത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബിനി എന്ന് പറഞ്ഞു. അത് ഇതല്ല സംഭവം, ഇതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ്, അവസാനമാണ് അന്നുണ്ടാവുക. ഓരോ മനുഷ്യനും അവന്റെ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ഭാര്യാഭർത്താക്കന്മാരിൽ നിന്ന്, മക്കളിൽ നിന്ന് ഓടുന്ന ഒരു അനുഭവം ഉണ്ടാവുക. എന്താ ഓടാൻ കാരണം? ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ഓരോരുത്തനും അവന്റെ പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. എനിക്ക് എന്റെ പ്രശ്നമാണ്, ഞാൻ എന്താകും എന്നതാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ദുരന്തം വരുമ്പോൾ ഓരോരുത്തരും വിട്ടൊഴിഞ്ഞ് ഓടിപ്പോകും. ആ കൂട്ടത്തിൽ ഇതും സംഭവിക്കും എന്ന് നാം മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞില്ലേ ദുരന്തത്തെക്കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എത്രയെത്ര ചിത്രങ്ങളാണുള്ളത്. യൗമ തറൗനഹ തദ്ഹുലു കുല്ലു മുർളിഅൻ അമ്മാ അർളഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാരാ വമാ ഹും ബിസുകാരാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. മുലകൊടുക്കുന്ന അമ്മ കുഞ്ഞിനെ വിട്ട് മറന്നു പോകുന്ന സമയം, ഗർഭിണികൾ ഈ ദുരന്തത്തിന്റെ ഘോര ശബ്ദത്താൽ, ആഘാതത്താൽ പ്രസവിച്ചു പോകുന്ന അനുഭവം, ആളുകളൊക്കെ ലഹരി ബാധിച്ചിട്ടില്ലെങ്കിലും ലഹരി ബാധിച്ചവരെ പോലെയാകുന്ന സമയം. ഇതെന്താ? പ്രപഞ്ചത്തിന്റെ ഘടന തെറ്റുന്നു എന്നറിയുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഈ മാറ്റം ഇവിടെ അനുഭവപ്പെടുന്ന ചില ഡോസുകളാണ് ഇതൊക്കെ. മനുഷ്യന് സദാചാരം നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല, മനുഷ്യന് സ്വഭാവശാസ്ത്രം നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അതാണ് മതം നൽകുന്നത് എന്ന് നാം അറിയുക. ഖുർആൻ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു, മനുഷ്യന്റെ വില ഉയർത്തിപ്പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന് വിഘാതമായുള്ള ഒരു പ്രവർത്തനവും മനുഷ്യരിൽ നിന്നുണ്ടാകരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, ദൈവവിശ്വാസം, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പ്രത്യക്ഷപ്പെടുന്ന പുതിയ കേന്ദ്രങ്ങൾ മനുഷ്യരിൽ കുറെ ആളുകളെ മതത്തിൽ നിന്ന് അകറ്റുന്നു, കുറെ ആളുകളെ മതരംഗത്ത് അവ്യക്തതയിലേക്ക് തള്ളിവിടുന്നു. നോക്കൂ, ഇങ്ങനൊരു മടക്കം ലോകാടിസ്ഥാനത്തിൽ മതത്തിലേക്ക്, ദൈവത്തിലേക്ക്, ആത്മീയതയിലേക്ക് എന്നൊക്കെ വന്നപ്പോൾ വഴിയിൽ വെച്ച് ഇവരെ പിടികൂടുന്ന പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടായി. ആരാണ് ആ പുതിയ കേന്ദ്രങ്ങൾ എന്നല്ലേ? സിദ്ധന്മാർ, ദിവ്യന്മാർ, ബീവിമാർ, മനുഷ്യരെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന മാർഗത്തിൽ പിടിച്ചു നിർത്തുന്ന, എന്നിട്ട് ആരാധനകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ. ഒരൊറ്റ മാനദണ്ഡം വെച്ചാൽ മതി. ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? ഈശ്വരന് നിവേദ്യങ്ങൾ ആവശ്യമുണ്ടോ? ദൈവത്തിന് ദ്രവ്യങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല എന്ന് ഖുർആൻ പറയുന്നു, ഇല്ല എന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. നിങ്ങളൊക്കെ ദൈവത്തിന്റെ സഹായം ആവശ്യമുള്ളവരാണ്, ദൈവമാകട്ടെ അവൻ ധനവാനും ഐശ്വര്യവാനും സ്തുത്യർഹനുമാകുന്നു എന്ന്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ ഏതൊരാരാധനയും ദൈവം സ്വീകരിക്കണമെങ്കിൽ ഒരു 10 പൈസ പോലും, ഒരു നയാ പൈസ പോലും അത് സ്വീകരിക്കാനുള്ള കാണിക്കയായി നൽകണമെന്നില്ല. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന് നൽകുന്ന പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കാൻ ഇടത്തട്ടുകാർക്ക് പണം നൽകേണ്ടതില്ല. പാവപ്പെട്ട വിശ്വാസികളെ പുരോഹിതന്മാർ വന്ന് പഠിപ്പിക്കുന്നത് എന്താ? പുരോഹിതന്മാർ വന്ന് പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ പാപികളാണ്, നിങ്ങൾ കുറ്റം ചെയ്തവരാണ്, നിങ്ങൾ ദോഷമുള്ളവരാണ്, നിങ്ങൾക്ക് ദൈവത്തിലേക്കെത്താൻ നിങ്ങൾ വിളിച്ചാൽ ദൈവം കേൾക്കില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവൻ സ്വീകരിക്കില്ല, നിങ്ങൾ പാപികളല്ലേ? പക്ഷെ ഞങ്ങൾ ദിവ്യന്മാരാണ്, സിദ്ധന്മാരാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ആളുകളാണ്, പുണ്യപുരുഷന്മാരാണ്. ഞങ്ങളോട് പറയുക, ഞങ്ങൾ ദൈവത്തിലെത്തിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് കാണിക്ക തരണം, നേർച്ച തരണം, ഇതിന് സംഭാവന തരണം. ഇതാണ് ഒരൊറ്റ മാനദണ്ഡം. അള്ളാഹുവിന് നൽകുന്ന പ്രാർത്ഥനകൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് എന്താണെങ്കിലും ശരി, പടച്ചവൻ ഒരാരാധന സ്വീകരിക്കണമെങ്കിൽ ഒരു നയാ പൈസയും ഇസ്ലാമിൽ നിയമമില്ല. സൃഷ്ടിപൂജ നടക്കുന്ന സർവ്വകേന്ദ്രങ്ങൾ പോയി നോക്കിയാലും അതിൽ വർഗീയതയില്ല കേട്ടോ, അതും പറയാം. മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും പുരോഹിതന്മാർ മനുഷ്യരുടെ ആരാധനകൾ അവരിലേക്ക് ആവശ്യപ്പെടുന്ന സർവ്വകേന്ദ്രങ്ങളിലും പണപ്പെട്ടിയുണ്ട്, കാണിക്ക വഞ്ചിയുണ്ട്,
നേർച്ച വസ്തുക്കളുണ്ട്, പൂജാവസ്തുക്കളുണ്ട്. അത് മുഴുവനും കിട്ടുന്നത് ഈ ഇടത്തട്ടുകാർക്കാണ്. നാം തിരിച്ചറിയണം, മനുഷ്യൻ ദൈവത്തിലേക്കാണ് എത്തേണ്ടത്, ഇടയിലെത്തിയാൽ പോരാ. ഈ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി. എല്ലാം ബിസിനസ് ആക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. എങ്ങനെയാണ് ബിസിനസ് എന്നതാണ്. ആ ബിസിനസ്സിൽ ഹോട്ടൽ പോലും, ഒരു സുഹൃത്ത് പറഞ്ഞു, കർണാടകത്തിലൂടെ ബോംബെയിലേക്ക് ബസ്സിന് പോയപ്പോഴേ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയപ്പോ മുമ്പിൽ 2 ഹോട്ടലുകളുണ്ട്. ഒന്ന് ശ്രീകൃഷ്ണ വിലാസം ഹോട്ടൽ, മറ്റൊന്ന് ബിസ്മില്ല റെസ്റ്റോറന്റ്. കുറെ ആൾ ഇതിലേക്ക് കയറിപ്പോയി, കുറെ ആൾ അങ്ങോട്ടും കയറിപ്പോയി. ഇവിടെ ചിക്കനും മട്ടനും മറ്റൊക്കെ ബിസ്മില്ല റെസ്റ്റോറന്റ്, മറ്റത് ഇഡ്ഡലിയും ദോശയും മറ്റൊക്കെ ശ്രീകൃഷ്ണ വിലാസം ഹോട്ടലിൽ. എന്നിട്ടാണ് ഇവർ പിന്നെ നോക്കുമ്പോഴെന്താണെന്നറിയോ സംഭവം, ബാക്കിൽ ഒരു കിച്ചണിൽ നിന്നാണ് അത്തരമൊക്കെ വരുന്നത്, ഒരേ ആളുടേതുമാണത്. അപ്പൊ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള വിചാരങ്ങളെ, അല്ലേ, ഗംഗാ സോപ്പ് വന്നപ്പോ സംസം സോപ്പ് വന്നില്ലേ, ഇതേമാതിരി വർഗീയമായി ബിസിനസ് ആക്കുന്ന ഒരു രൂപം അത് ആരാധനയുടെ രൂപത്തിലും വരികയാണ്. കുറെ കാലമായി നാം കാണുന്നു മാന്ത്രിക മോതിരങ്ങൾ, മാന്ത്രിക ഏലസുകൾ. ഇപ്പോൾ ഗൾഫിലും അങ്ങനെയുണ്ട് പരസ്യം, മൊബൈൽ നമ്പർ ഉണ്ട്. ഇപ്പോൾ ഗൾഫിലും ശത്രുദോഷമകറ്റാൻ, ആഗ്രഹ സഫലീകരണം, മാറാവ്യാധികൾ മാറാൻ, വിവാഹമുണ്ടാകാൻ, പലതിനും മാന്ത്രിക ഏലസുകൾ, മാന്ത്രിക മോതിരം. ആരാണ് ഇവർ? ഇവർ ദൈവങ്ങളാണോ? ദൈവത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നവരാണോ? അതൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ അടുത്തിത് അറബി മാന്ത്രികം, നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണത്. പത്രത്തിൽ വന്ന പരസ്യമാണ്. അറബി മാന്ത്രികം. മാന്ത്രികനെയും ജ്യോത്സ്യനെയും ആവശ്യമായി വരുമ്പോൾ ബന്ധപ്പെടുക. ഒരു ഫോൺ നമ്പർ ഉണ്ട്, കരുനാഗപ്പള്ളി ഫതഹുദ്ദീൻ മൗലവി ഹാജി എന്നാണ്. ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അടുത്ത ദിവസമാണ്. അദ്ദേഹത്തെ എനിക്കറിയാം, ഒരു അറബി അധ്യാപകനായിരുന്നു, അറബി അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടില്ല. ഞാൻ ഫോൺ ചെയ്തു, മൗലവി അല്ലേ, ഫതഹുദ്ദീൻ ഹാജി അല്ലേ? അതെ. ഞാൻ പറഞ്ഞു, ജ്യോത്സ്യനെ ആവശ്യമാകുമ്പോൾ ബന്ധപ്പെടുക എന്ന് നിങ്ങൾ പരസ്യം ചെയ്തിട്ടുണ്ടല്ലോ. ജ്യോത്സ്യനെ സമീപിക്കരുതെന്നും, ഒരു ജ്യോത്സ്യനെ സമീപിച്ച അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നും, ജ്യോത്സ്യനെ വിശ്വസിച്ചാൽ, അയാൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ മുഹമ്മദ് നബി തിരുമേനി കൊണ്ടുവന്ന ഈ മതത്തിനെ അവൻ നിഷേധിച്ചു എന്നും ഹദീസിലുണ്ടല്ലോ മൗലവി. പിന്നെ നിങ്ങൾ ഇത് പരസ്യം ചെയ്യുന്നത് ശരിയാണോ? മൗലവിയുടെ മറുപടി, ജ്യോത്സ്യനെ സമീപിക്കേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ ജ്യോത്സ്യനെ സമീപിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നെ സമീപിക്കണം എന്നാണല്ലോ. ഞാൻ ചോദിച്ചു ഈ പട്ടണത്തിൽ വരുമ്പോൾ സുഖമായ താമസ സൗകര്യം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ കൊടുത്താൽ അവിടെ ബന്ധപ്പെട്ടാൽ താമസ സ്ഥലം കിട്ടുമെന്നല്ലേ? രുചികരമായ ഭക്ഷണം ആവശ്യമാകുമ്പോൾ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ കൊടുത്താൽ അവിടെ ഭക്ഷണം കിട്ടുമെന്നല്ലേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ തൽസമാത്തും പാൽക്കണക്കും അങ്ങനെയുള്ള ചില സംഗതിയിലൂടെ ആളുകളുടെ സംഗതികളൊക്കെ ശരിയാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞു, മൗലവി നിങ്ങൾ റിട്ടയർ ചെയ്തു, അത്യാവശ്യം പെൻഷൻ കിട്ടുന്നുണ്ട്, വാർദ്ധക്യവുമായി ആളുകളെ ചൂഷണം ചെയ്യണോ? നിങ്ങൾക്ക് സുഖമായി ജീവിച്ചുകൂടെ, ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൂടെ? അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൗലവി നിങ്ങൾ പറയണം, നിങ്ങൾ ഭാവി പറയുന്ന മറ്റു മനുഷ്യരുടെ കാണാതെ പോയ സാധനങ്ങൾ എവിടെ എന്ന് പറയുന്ന ആളല്ലേ. ആരാ വിളിക്കുന്നത്, എവിടുന്നാ വിളിക്കുന്നത്, ഏത് നമ്പറില, അത് നിങ്ങൾ പറയണം. ഇത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പാവപ്പെട്ട സമൂഹം ഇപ്പോഴും വരുന്നുണ്ടല്ലോ ഇത് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആലോചിക്കാൻ ഒരു ബുദ്ധി. ഗുരുവായൂരിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അയാളുടെ 500,000 രൂപയോ 3,00,000 രൂപയോ 2 ആളുകൾ തട്ടിക്കൊണ്ടുപോയി. എന്നാലും നമ്മൾ പോകുമല്ലോ, നമ്മളെ നഷ്ടപ്പെട്ട പണം എവിടെയാ ഉണ്ടാകാന്ന് ജ്യോത്സ്യന്റെ അടുത്ത് പോയി ചോദിക്കാൻ. ഈ ജ്യോത്സ്യൻ അറിയണ്ടേ ഇവർ കള്ളന്മാരാണ് വരുന്നത്, അവനെന്റെ ജീവൻ പോലും അപകടപ്പെടുത്തി, എന്നിട്ട് വഴിയിൽ വെച്ച് അവരെ പിടികൂടാൻ ജ്യോത്സ്യന് സാധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, മതരംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ, തട്ടിപ്പുകൾ. ഇന്നലെ ഞാൻ ഇവിടെ എത്തിയ ശേഷം പത്രത്തിൽ കണ്ടു, ഗൾഫിൽ കഴിയുന്ന മക്കൾക്ക് പ്രയാസം വരാതിരിക്കാൻ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന കുറെ കൈനോട്ടക്കാരും കുറെ ജ്യോത്സ്യന്മാരുമുണ്ട്. 10 പവന്റെ ആഭരണം മെനയാന്ന് മലപ്പുറം ജില്ലയിൽ ഒരു പാവപ്പെട്ട സ്ത്രീയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. എന്താ പറയുന്നതെന്നല്ലേ, അത് ഗൾഫിലുള്ള മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അങ്ങനെ ഇങ്ങനെ മാന്ത്രികം മറ്റൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സൂത്രത്തിൽ കൊണ്ടുപോവാം. നമ്മൾ എവിടെ നിൽക്കണം? നമ്മൾ നിൽക്കേണ്ടത് വിശ്വാസം ശുദ്ധമായ നിലക്കാണ്. ആ ശുദ്ധമായ വിശ്വാസം നമ്മുടെ അഖീദയാണ്. നമ്മൾ ഈമാൻ കാര്യത്തിൽ തർക്കമില്ലാതെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം, അത് മുസ്ലിങ്ങളെ മാത്രം വിശ്വാസമല്ല, യഥാർത്ഥത്തിലുള്ള എല്ലാ മതങ്ങളുടെയും വിശ്വാസം എന്താണെന്നറിയോ? ഖദറും ഖദായിലുള്ള വിശ്വാസമാണ്.
അള്ളാഹു നൽകിയത് അത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹു തരാത്ത ഒരു കാര്യം അത് തരാനും ആർക്കും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചവനെ, നീ തന്നതിനെ തടയാനാളില്ല, നീ തടഞ്ഞതിനെ തരാനുമാളില്ല. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം. എങ്കിൽ അള്ളാഹു തരാത്തൊരു കാര്യം ലഭ്യമാക്കാൻ ജ്യോത്സ്യന് കഴിയുമോ? അള്ളാഹു തന്ന ഒരു കാര്യം ഇല്ലാതെയാക്കാൻ ജ്യോത്സ്യന് കഴിയുമോ? അങ്ങനെയൊന്നും ആലോചിക്കാൻ ആളുകൾ വിശ്വാസ രംഗത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. ഖുർആനിൽ നല്ല മനുഷ്യരുടെ ഒരു പ്രാർത്ഥന, പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടില്ലേ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് പടച്ചവൻ മതി, എനിക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവനാകുന്നു എന്ന്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഖുർആനിന്റെ ഒരു ചോദ്യം. അല്ലാഹു പോരെ അവന്റെ അടിമകൾക്ക്, മനുഷ്യർക്ക് അനുഗ്രഹം നൽകാനും അവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സൃഷ്ടിച്ച പടച്ചവൻ പോരെ? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. പോരെ മതിയോ? നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറഞ്ഞോളി എന്നല്ല, മതി എന്ന് തന്നെയാണ്. അള്ളാഹു മതി അവന്റെ അടിമകൾക്ക് എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മതം ഒരു ഭാഗത്ത് വർഗീയതയായി പോവുക, മറ്റൊരു ഭാഗത്ത് ചൂഷണമായി പോവുക. ആ അവസ്ഥയിൽ വർഗീയത മതമല്ല എന്ന് പറയും പോലെ ഈ ചൂഷണവും അന്ധവിശ്വാസവും മതമല്ല എന്ന് പറയാൻ മുസ്ലിങ്ങൾ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാകണം. ഹിന്ദുക്കൾ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാകണം. ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാകണം. ഇത് ഇസ്ലാഹി സെന്റർ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത വലിയൊരു സേവനം, മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, മതവിശ്വാസം അനുഷ്ഠിച്ചുകൊണ്ട്, മതഭക്തിയിൽ നിന്നുകൊണ്ട് മതത്തിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടു പോന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ മതമല്ല എന്ന് പ്രഖ്യാപിച്ചു എന്നതാണ്. അതൊരു ഒഴുക്കിനെതിരിലുള്ള നീന്തലാണ്. ആളുകളുടെ സഹായം കിട്ടാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എനിക്കറിയാം, നമ്മുടെ കേരളത്തിൽ എന്ന് മാത്രമല്ല, ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ സ്വകാര്യമായി നമ്മോട് ബന്ധപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ പറയും എന്തെന്നറിയോ, നിങ്ങൾ ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നിങ്ങളത് നടത്തണം, ആവശ്യമാണ്, നിങ്ങളത് നടത്തണം, ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ പൈസ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ തരുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ബിസിനസ്സുകാരല്ലേ, ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലേ, ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ, ഞങ്ങൾക്ക് ഇതിന് മുമ്പിൽ വരാൻ പറ്റില്ല, എല്ലാ സഹായവും ചെയ്ത് അങ്ങനെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് താനും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അതൊക്കെ ഒരു ദുനിയാവിന്റെ താൽക്കാലിക സംഗതികളല്ലേ. മരണശേഷം എപ്പോഴാണ് മരണമെന്നറിയാത്തത് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കി വെച്ചു, എന്തെല്ലാം നേടിയെടുത്തു, എന്തെല്ലാം സാധിച്ചു. എന്നാലും ഏത് നിമിഷത്തിലാണ് മരണമെന്നറിയാത്ത അവസ്ഥ. ഈ ഇരിക്കുന്ന ആളുകളിൽ എത്രയോ ആളുകൾ, കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ആളുകളില്ലേ, എത്രയോ ആളുകളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവരില്ലേ, അനുജന്മാർ മരിച്ചവരില്ലേ, ഭാര്യ ഭർത്താവ്, അങ്ങനെ വളരെ ബന്ധപ്പെട്ട ആളുകൾ മരിച്ചുപോയി. ഈ മരിച്ചുപോയ പലരും, എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടത് കൊച്ചു കുഞ്ഞുങ്ങളുള്ള സമയത്താണ്. ആ കുട്ടികളെല്ലാം ഇന്ന് ഉയർന്ന രൂപത്തിലായി, വിദ്യാഭ്യാസം ചെയ്തു, ജോലിയായി. ഇത് കാണാൻ ആ പിതാവിന് സാധിച്ചിട്ടില്ല. രക്ഷിതാവിന്റെ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സമയത്ത് രക്ഷിതാക്കൾ മരിച്ചുപോയി. രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കണ്ട് കൺകുളിർമ അനുഭവിക്കാൻ കഴിയാത്ത വിധം കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. എല്ലാ മനുഷ്യരുടെയും ഈ ജീവിതത്തിലെ ആവശ്യം പരിമിതമാണ്. ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണം, മനസ്സമാധാനം ഉണ്ടാവണം. ഇത്രയല്ലേ വലുത്? എല്ലാം നേടിയിട്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അറബി ഭാഷയിൽ സെക്കൻ, മസ്കൻ എന്നല്ലേ വീടിന് നമ്മൾ പറയുന്നത്? സെക്കൻ അല്ലേ, വേൻ തസ്കുൻ, എവിടെയാ താമസം? ഈ സെക്കന എന്ന അറബി വാക്കിന്റെ അർത്ഥം ശാന്തമായി എന്നാണ്. ശാന്തമായി, സെക്കന, സുക്കൂന്, സക്കീനത്ത്, സീന്, കാഫ്, നൂന്, ഈ പദങ്ങളിൽ ഒരു ശാന്തതയുണ്ട്. അപ്പൊ ഒരു മനുഷ്യന് ഏറ്റവും ശാന്തി ലഭിക്കുന്നത് അയാളുടെ വീടായതുകൊണ്ടാണല്ലോ ആ താമസ സ്ഥലത്തിന് സെക്കന് എന്ന് അറബിയിൽ പറയുന്നത്. അങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ, നമ്മൾ ഒരുപാട് ആളുകൾ വീട്ടിന് സെക്കൻ എന്ന് പറയാൻ പറ്റാത്തവരില്ലേ? വീട്ടിൽ സമയത്തിന് പോകാത്ത ആളുകൾ, നിങ്ങൾ അത് പഠിക്കണം. ആഫീസ് മുഹമ്മദ് സാറൊക്കെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചു നോക്കുമ്പോഴേ ഓഫീസ് വിട്ടു 5 മണിക്ക് പുള്ളി വീട്ടിലെത്തൂല. എവിടെ? അതവിടെ ക്ലബില്, റോട്ടില്, ഓപാലത്തിന്റെ മുകളിൽ. അവസാനം ഇവൻ ഉറങ്ങാൻ നേരത്ത് വീട്ടിലെത്തും. രാവിലെ സുബഹി നിസ്കരിച്ച്
ഒരു കട്ടൻ ചായയും കുടിച്ചവൻ പുറത്തെയാടും, വീണ്ടും ഇവിടെയൊക്കെ തന്നെ. എന്താണ് ഇവന്റെ പ്രശ്നം? എന്താണ് ഈ കുടുംബത്തിന്റെ പ്രശ്നം? ആ വീട്ട് ശാന്തമല്ല എന്നതാണ്, സെക്കനല്ല എന്നതാണ്. ഞാൻ പറഞ്ഞത്, മനുഷ്യൻ എന്തെല്ലാം ഉണ്ടായാലും ഈ ദുനിയാവിൽ ഒരു ശാന്തതയില്ലെങ്കിൽ, മരണശേഷമുള്ള ജീവിതത്തിൽ ഒരു ശാന്തതയില്ലെങ്കിൽ ജീവിതം കൊണ്ട് എന്താണ് നേട്ടം? വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ 2-3 വർഷം മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ജുമാക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് വീട്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, റമദാൻ മാസമാണ് മൗലവി, ഞാൻ എൻ്റെ വീട്ടിൽ 5 ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്. 5 ആളുകൾ. ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കിടന്നുറങ്ങാൻ കട്ടിലില്ല. നോമ്പെടുക്കുന്നത് കഞ്ഞി വെക്കും, രാത്രി ചിലപ്പോൾ അതിന് വെള്ളം കുടിക്കും, രാത്രി അതിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കും. ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. എൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളടുത്ത് വന്ന് പറഞ്ഞേ നിങ്ങളൊരു വിരോധവും വിചാരിക്കണ്ട. എൻ്റെ നാട്ടിലുള്ള വലിയ പണക്കാരൊക്കെ മരിച്ചുപോയാൽ ഞാൻ മരിച്ചുപോയാലും ഒരുപോലെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സമാധാനമാണ്. മരിച്ചു പോകുന്ന മനുഷ്യൻ ഈ ഭൗതിക വിഭവങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല, എല്ലാം ഭൂമിയിൽ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു സമയത്ത് ഞാനും ഇവിടത്തെ കോടീശ്വരനും തുല്യമാണ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നവും കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞതിന് വിഷമിക്കണ്ടാൻ. ആ മനുഷ്യൻ ജീവിക്കുന്നത് ആ വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസമില്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. എന്റെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ വായ കോടിപ്പോയി ഒരു രോഗം വന്നപ്പോ. ഇനി എന്റെ ഭാര്യ എന്നെ സ്വീകരിക്കുമോ, ഇഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചോ, ഇല്ലെങ്കിലോ ആവട്ടെ തൂങ്ങി മരിക്കാമെന്ന് തീരുമാനിച്ചു. ആഗ്രഹിച്ച വിവാഹം നടക്കാതെ പോയപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു ആളുകൾ. ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പത്രം വായിക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ ഈ ജീവിതത്തെക്കുറിച്ചൊരു ധാരണയും വീക്ഷണവും ഇല്ലാത്തത് കൊണ്ടാണ്. മതം പഠിപ്പിക്കുന്ന വീക്ഷണം ഇതാണ്, മനുഷ്യരെല്ലാവരും ഇവിടെ ജനിച്ചല്ലോ, ഇനി മരണം വരെയും ഇവിടെയാണ് ജീവിക്കേണ്ടത്. ആ ജീവിതത്തിന് ശേഷം നിത്യശാന്തിയുള്ള ഒരു ജീവിതം വേറെയാണ്. അവിടുത്തെ നന്മകളും നേട്ടങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അനുഭവിക്കാനുള്ളത്. അത് പഠിപ്പിക്കുന്നത് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കാൻ അനിവാര്യമാണ്. ഈ ലോകം അങ്ങനെ നിലനിൽക്കാൻ അത് വേണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കഥ പറഞ്ഞതാണ്, ഒരു ചിത്രീകരണം പോലെയാണ് അത് പറഞ്ഞത്. ഒരു സമൂഹം, കുറെ ആളുകൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നു. കപ്പലിൽ മേലെയും താഴെയും ആളുകളുണ്ട്. വെള്ളമെടുക്കണമെങ്കിൽ മുകളിൽ പോയി പുറത്ത് നിന്ന് മുക്കിയെടുക്കണം. താഴെ തട്ടിലിരിക്കുന്ന ഒരാൾ പറയുന്നു, ഞാൻ മുകളിലേക്ക് പോകാൻ തയ്യാറില്ല, ഞാനിരിക്കുന്ന സീറ്റിൽ ഒരു ദ്വാരമുണ്ടാക്കി എനിക്ക് വെള്ളമെടുക്കാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മനുഷ്യനെ വെറുതെ വിട്ടാൽ, അയാളെ സീറ്റല്ലേ, അയാൾ ടിക്കറ്റ് എടുത്തതുമല്ലേ, അയാളവിടെ നമ്മളതിൽ ഇടപെടണ്ട, അയാളുടെ സ്വകാര്യം എന്ന് വെച്ച് വിട്ടാൽ എന്തുണ്ടാകും? എല്ലാവരും മുങ്ങി മരിക്കും. അല്ല, ഇവൻ കപ്പൽ തുറക്കുന്നത് നമ്മളെല്ലാവരും മുങ്ങി മരിക്കാൻ കാരണമാകും, അതുകൊണ്ട് അവന്റെ കൈപിടിക്കണം, അതിനെ നിരോധിക്കണം എന്ന് വിചാരിച്ച് നിന്നാൽ, അതിൽ ഇടപെട്ടാൽ കപ്പൽ ആളുകൾ രക്ഷപ്പെടും. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണമോ വേണ്ടയോ എന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ കപ്പൽ തുറക്കുന്നവരെ കണ്ടിട്ട് കൈപിടിക്കാതെ, ഇത് അവന്റെ സ്വകാര്യ സംഗതിയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, വേറെ ആരെങ്കിലും എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നിച്ചു മുങ്ങിച്ചാകണമോ എന്നതാണ് പ്രശ്നം. ഇസ്ലാഹി സെന്റർ, ഇസ്ലാഹി പ്രസ്ഥാനം വളരെ ത്യാഗം ചെയ്തുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഇവിടെ നേരത്തെ ചെറുപ്പക്കാർ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയെ കുറിച്ച് സ്റ്റേജിലിരുന്ന പലരും പറഞ്ഞത് എന്താ? ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നടങ്കം സ്വീകരിക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത് എന്ന്. അതൊരു സാമൂഹിക പ്രശ്നം എന്ന നിലക്കാണോ നാം അതിനെ കാണുന്നത്? ഒരു മതത്തിന്റെ പ്രശ്നം എന്ന നിലക്കാണ്. മതം പഠിപ്പിച്ച വിവാഹം അത് സ്ത്രീകൾക്ക് അങ്ങോട്ട് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും അവർക്ക് ആവശ്യമുള്ളതും നൽകിക്കൊണ്ടുള്ളതാണ്. സൂറത്തുൻ നിസായിൽ വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും എന്ന് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിഷിദ്ധമായ സ്ത്രീകളെ എണ്ണിപ്പറഞ്ഞ ശേഷം അമ്മയും മകളും സഹോദരിയും അങ്ങനെ ഒരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളെ എണ്ണിപ്പറഞ്ഞ ശേഷം ഇതല്ലാത്ത സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് പുരുഷന്മാരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ അവർക്ക് അൻതബ്തഊബിഅംവാലിക്കും, നിങ്ങളുടെ പണം കൊണ്ട് തേടി അന്വേഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. പുരുഷൻ പണമുണ്ടാക്കി സ്ത്രീയെ തേടി അന്വേഷിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്
ഇസ്ലാം പഠിപ്പിച്ച വിവാഹം, മനുഷ്യത്വപരമായ സമീപനം, മഹറിന്റെ മൂല്യം അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാതെ നിങ്ങൾ എത്ര കാലം ഗൾഫിൽ ജോലി ചെയ്താലും നാട്ടിലുള്ള കുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ സൂറത്ത് നിസായിന്റെ ആദ്യത്തെ ആയത്തുകളൊക്കെ ഓതി നോക്കിയാൽ അതിൽ അത്ഭുതകരമായ ഒരു 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 ചേർച്ച കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു തരുന്നു എന്ന് വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് നബഉല്ലദീന മിൻ ഖബ്ലിക്കും, മുമ്പുള്ള ആളുകളുടെ ചരിത്രം പറഞ്ഞു തരുന്നു. വിവാഹത്തെക്കുറിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള ഒരു മുൻ ചരിത്രമുണ്ട്. ശുഐബ് നബി അലൈഹിസ്സലാം മകളെ മൂസാ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്ത ഒരു ചരിത്രം. ശുഐബ് നബി അലൈഹിസ്സലാം മകളെ മൂസാ നബി അലൈഹിസ്സലാമിന് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരണമെങ്കിൽ 8 വർഷം എന്റെ കൂടെ ജോലി ചെയ്യണം, 10 ആയാൽ കൂടുതൽ നന്നായി. 10 കൊല്ലം ആടിനെ വെക്കാനാ പ്രധാനമായിട്ട് പറഞ്ഞത്. 10 കൊല്ലം പണിയെടുത്തിട്ട് വേണം ഒരു പെൺകുട്ടിയെ കിട്ടാൻ എന്ന്. നിങ്ങളിവിടെ ഈ ഗൾഫിൽ വന്ന് 100 കൊല്ലം ഒട്ടകത്തെ വെച്ചാലും ചില ആളുകൾക്ക് ഒരു കുട്ടിയെ കെട്ടിക്കാൻ കഴിയില്ല. നേരെ തിരിച്ചേ, അതായത് മകളെ കെട്ടിച്ചു വിടാൻ വേണ്ടി പാടുപെട്ട് അധ്വാനിക്കുന്ന ഒരു സമൂഹം മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രമൊന്ന് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോ തിരിച്ചാ പണിയെടുക്കാൻ പറഞ്ഞത്. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. മനുഷ്യനല്ലാത്ത ഏതൊരു ജീവിയെയും ഒരാട്ടിൻകുട്ടിയെ വളർത്തി വലുതാക്കി ഒരാൾക്ക് കൊടുക്കാൻ വിചാരിക്കുക, പൈസ എങ്ങോട്ടാ കിട്ടുക? അങ്ങനെയല്ലേ? എന്നാൽ ഒരു മനുഷ്യനെ, ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു വളർത്തി വിദ്യാഭ്യാസം ചെയ്തു, ഇനി ഇതാ നിനക്ക് കാലാകാലം അനുഭവിക്കാൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടെ പണം കൊടുക്കണമെന്നതിന് കാട്ടുനീതി എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം കാട്ടിലും അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. മനുഷ്യരെ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു വ്യവസ്ഥയില്ല. അപ്പൊ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ അതാണ് ശാന്തി ഉണ്ടാകുന്നത്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിന്നാൽ അതാണ് സമാധാനം ഉണ്ടാകുന്നത്. നമ്മൾ ആർക്കും പേടിപ്പിക്കാൻ കഴിയില്ല, ആർക്കും പേടിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൽ അടിയുറച്ച് നിൽക്കുന്ന മനുഷ്യന് ആത്മശാന്തി ഈ ലോകത്തും ഉണ്ടാകും. അല്ലാത്ത മനുഷ്യർക്ക് ഇപ്പൊ അടുത്ത എൻ്റെ ഒരു സുഹൃത്തൊരു വീട് വാങ്ങി. ആ വീട് വാങ്ങി പിറ്റേന്ന് അദ്ദേഹം ഒഴിഞ്ഞു. എന്താ വിഷയം? അതായത് കിട്ടിയതായിരുന്നു. അയാൾ പറഞ്ഞു, അവിടെ താമസിച്ചാല് പ്രശ്നമാണത്രേ, അവിടെ താമസിച്ച ആൾ മരിച്ചിട്ടുണ്ടത്രേ, അവിടെ താമസിച്ച ആളുകൾക്ക് രോഗം വന്നിട്ടുണ്ടത്രേ. ശരി, വേറുള്ളടത്ത് താമസിച്ചവർക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ 60 ഡോക്ടർമാർക്കാണ് കഴിഞ്ഞ മാസം മഞ്ഞപ്പിത്തം ജോണ്ടിസ് പിടികൂടിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് 60 ആളുകൾക്ക്. സർക്കാർ ഞെട്ടിപ്പോയില്ലേ? എന്നിട്ട് ഇവിടെ ഈ വീടെടുത്ത് താമസിച്ചാൽ മരിച്ചു പോകും, രോഗം വരും എന്ന് പേടിപ്പിച്ചു വെച്ചിരിക്കുക. ആരെയാ പേടിക്കുന്നത്? മനുഷ്യൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ അവന്റെ മുമ്പിൽ ഇത്തരം പേടിപ്പിക്കുന്ന വസ്തുക്കൾ അവനൊരു പ്രശ്നമാവില്ല. അതുകൊണ്ട് അവയുടെ പ്രീതിയും ആവശ്യമില്ല, അതിനു മുമ്പിൽ തലകുനിക്കേണ്ടതുമില്ല. ഗൂഢോത്രങ്ങളും മന്ത്രമാരണങ്ങളും അതുപോലെ ജിന്ന് ശൈത്താൻ സേവകളും ഒക്കെ മനുഷ്യനെ ഒരുപാട് കാലം മതമായി കൊണ്ടു നടന്നതാണ്. അതൊന്നുമല്ല മതം. മതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിനനുസരിച്ച് ജീവിക്കലാണ്. മതം എന്ന് പറയുന്നത് വിശ്വാസവും സ്വഭാവവുമാണ്. മതം എന്ന് പറയുന്നത് അനുഷ്ഠാനവും ആചാരവുമാണ്. ആ മതം ബുദ്ധിപരമാണ്, ശാസ്ത്രീയവും പ്രായോഗികവുമാണ്, മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നതുമാണ്. ഇങ്ങനെ മതത്തെ നാം കാണുമ്പോൾ അതിൽ മനുഷ്യത്വമുണ്ടാകും, അതിൽ മനുഷ്യന്റെ പുരോഗതി ഉണ്ടാകും, ഈ ലോകത്ത് മനുഷ്യന് ശാന്തിയുണ്ടാകും, പരലോകത്ത് അവന് നിത്യശാന്തിയും ഉണ്ടാകും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മരണനേരത്തെ ശാന്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. സമാധാനം പൂണ്ട ആത്മാവേ, നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ രക്ഷിതാവ് തൃപ്തിപ്പെട്ട നിലക്ക് വരൂ. നീ നിന്റെ രക്ഷിതാവിനെ തൃപ്തിപ്പെട്ട നിലക്ക് വരൂ, സ്വർഗത്തിലേക്ക് വരൂ, എന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിലേക്ക് വരൂ എന്ന് മരണനേരത്ത് സ്വാഗതം ലഭിക്കുന്ന ഒരു മരണം. മരണം വേദനാജനകമാണ്, ദുഃഖകരമാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് കെട്ടിപ്പടുത്ത സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സാധനങ്ങളും ഈ ഭൂമിയുടെ മുകളിൽ വിട്ടുകൊണ്ട് അവൻ മാത്രം ഭൂമിയുടെ താഴോട്ട് പോവുകയാണ്. വേദനാജനകമാണ്. പക്ഷെ ആ പോക്കും ഒരു സ്വീകരണമായി കിട്ടിയാൽ, ആ പോകുന്നതും ഒരു സന്തോഷത്തോടു കൂടിയായാൽ, അതാണ് ഒരു വിശ്വാസിക്ക് നേടാനുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് നാം കാണണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോടും സഹോദരന്മാരോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നന്മയിൽ നമ്മൾ എല്ലാവരോടും സഹകരിക്കണം. നന്മയിൽ നമ്മൾ സഹകരിക്കണമെന്ന് പറയുന്നത് വിഷയാധിഷ്ഠിതമാണ്, തെറ്റിദ്ധരിക്കേണ്ട, വിഷയാധിഷ്ഠിതമാണ്.
വിഷയാധിഷ്ഠിതം നന്മ തിന്മകളെ കണ്ടറിയുന്നതിനുള്ള ഒരു വളർച്ചയും നമുക്കുണ്ടാകണം. ഞാനും എൻ്റെ സംഘടനയും ചെയ്യുന്ന എല്ലാ നന്മയും തിന്മയും നന്മയായി എനിക്ക് തോന്നിയാൽ, ഞാനല്ലാത്ത ഒരാളും അയാളെ സംഘടനയും അയാളെ ആളുകളും ചെയ്യുന്ന എല്ലാ നന്മയും തിന്മയും തിന്മയായി എനിക്ക് തോന്നിയാൽ, എന്റേതെല്ലാം നന്മ മറ്റൊരുത്തൻ്റെതെല്ലാം തിന്മ, അങ്ങനെ ഒരു വീക്ഷണമുണ്ടാകുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വിഷയാധിഷ്ഠിതമായി ഇഷ്യൂ ബേസ്ഡ് നമ്മൾ സഹകരണം ഉണ്ടാകണം. ഞാൻ സന്തോഷം അറിയിക്കുകയാണ്, ഈ പ്രസ്ഥാനത്തിന്റെ മാതൃസംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഖത്തറിൽ ഇസ്ലാഹി സെന്ററിന്റെ ഈ പ്രവർത്തനത്തോട് ആരൊക്കെ സഹകരിച്ചു? എല്ലാവരും സഹകരിച്ചു. ഇസ്ലാഹി പ്രവർത്തകരല്ലാത്ത മുസ്ലിങ്ങൾ സഹായിച്ചു, മുസ്ലിങ്ങളല്ലാത്ത വിവിധ മതവിശ്വാസികൾ സഹായിച്ചു, മതത്തിൽ വിശ്വാസമില്ലാത്ത സാംസ്കാരിക പ്രവർത്തകർ സഹായിച്ചു. എന്തുകൊണ്ടാണ് സഹായിച്ചത്? ശാന്തിയുടെ തീരം തേടി ഈ മുദ്രാവാക്യമാണ്. അത് നമ്മൾ സഹായിക്കേണ്ടതാണ്, അതിനോട് നമ്മൾ സഹകരിക്കേണ്ടതാണ് എന്ന ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ സഹകരണം ഉണ്ടായത്. മനുഷ്യർക്കിടയിൽ സഹകരണം ഉണ്ടാക്കാവുന്ന ഒട്ടേറെ പോയിന്റുകളും ആ പോയിന്റുകൾ ഏത് എന്ന് കണ്ടെത്തി അതിനനുസൃതമായി അതിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനം നമ്മൾ ചെയ്യണം. ആ പ്രവർത്തനത്തിന് മനുഷ്യരുടെ സഹായമുണ്ടാകും, പടച്ചവന്റെ തൗഫീഖുമുണ്ടാകും. ആ തൗഫീഖാണ് നമുക്ക് എന്നും ശക്തി പകരുക. ഈ പ്രവർത്തനത്തിനും ഇതിന്റെ സംഘാടകർക്കും എല്ലാ വിധത്തിലുമുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാൻ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.